അസ്സലാമു അലൈക്കും. ഷാനി, ഒരു കാര്യത്തിൽ എനിക്ക് അയാളോട് നന്ദിയുണ്ട്. അവൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിഞ്ഞതും എനിക്ക് നിന്നെ കിട്ടിയതും. അല്ലെങ്കിൽ ഒരു രണ്ടാം കെട്ടുകാരനും ഒരു കുട്ടിയുടെ ഉപ്പയുമായ എനിക്ക് നിന്നെ കെട്ടിച്ചു തരില്ലായിരുന്നല്ലോ. അവനത് പറഞ്ഞുകൊണ്ട് അവളുമായി ബെഡിലേക്ക് കിടന്നു. നമ്മളെ റബ്ബ് ആദ്യം ചേർത്ത് വെച്ചിരുന്നെങ്കിലോ അല്ലേ ഇക്ക? അവൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നുകൊണ്ടവൾ പറഞ്ഞു. മോളെ, ഓരോന്നിൻ്റെയും അതിൻ്റേതായ സമയമുണ്ട്. ഒരുപാട് സങ്കടം അനുഭവിച്ചവർക്ക് അതിനിരട്ടി സന്തോഷവും പടച്ചവൻ വിധിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് ദ്രോഹം ചെയ്തവർക്കുള്ള അതിനുള്ള തിരിച്ചടിയും കൊടുക്കും. അതിനൊരു ഉദാഹരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ? അപ്പോൾ ഇക്ക, അങ്ങനെയാണെങ്കിൽ നൂറമോളുടെ ഉമ്മാക്ക് പടച്ചവൻ വിധിച്ച എന്താവും? നജീബ് പറയുന്നത് കേട്ട് പെട്ടെന്നറിയാതെ ചോദിച്ചു പോയതും അതുവരെ സംസാരിച്ചു കൊണ്ടവൻ ഒന്നും മിണ്ടാതെയാവുകയും അവളുടെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരിക്കുന്ന കൈകൾ നിശ്ചലമാവുകയും ചെയ്തപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നും ചോദിക്കേണ്ടില്ല എന്ന് തോന്നി. നാളെ ഷാഫിയുടെ പെണ്ണിനുള്ള ഗോൾഡ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? മഹർ ഇക്ക ഉച്ചയ്ക്ക് ശേഷം ലീവാക്കിയിട്ട് മോളെയും ഉമ്മാനെയും കൂട്ടിയിട്ട് എന്നെ വിളിക്കാൻ ഷോപ്പിലേക്ക് വന്നാൽ മതി. ഇനി ഓരോന്ന് ആലോചിച്ച് കിടക്കാതെ വേഗം ഉറങ്ങാൻ നോക്കി. നേരത്തെ എണീക്കേണ്ടതല്ലേ? ഷാനി അവൻ്റെ മൂഡ് ഓഫ് മാറ്റാനായി വിഷയം മാറ്റിയപ്പോൾ അവൻ അതിനൊക്കെ മൂളിക്കൊടുത്തു. എന്നിരുന്നാലും ഉറക്കം കണ്ണിൽ മൂടും വരെയും അവർ രണ്ടുപേരുടെയും മനസ്സിലെ ചിന്ത റിഫയെ പറ്റിയായിരുന്നു. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്നായിരുന്നു. എന്നാൽ അവരറിഞ്ഞില്ല അവൾക്കുള്ള വിധി ദൈവം നേരത്തെ നടപ്പിലാക്കി തുടങ്ങിയെന്ന്. ബോംബെയിലെ ഒരു തെരുവിൽ പെൺശരീരം കൊത്തിപ്പറിക്കാൻ വന്ന കഴുകന്മാരുടെ ഇടയിൽപ്പെട്ട് അവൾ മരിച്ചു ജീവിക്കുകയാണെന്ന്. ജയിലിൽ അകപ്പെട്ട പോലെയാണ് ആ പെൺവാണിഭ സംഘങ്ങൾക്കിടയിൽ അവൾ പെട്ടിരിക്കുന്നത്. ഒരു രക്ഷപ്പെടൽ പോലും സാധ്യമില്ലാത്ത വിധം. അന്ന് കാമുകൻ മനാഫിനൊപ്പം റിഫ അവൻ്റെ വീട്ടിലേക്ക് പോയെങ്കിലും അവൻ്റെ വീട്ടുകാർ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുള്ള പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നതിന് മനാഫുമായി വഴക്കിടുകയും അവളെ അവിടെ കയറ്റില്ലെന്ന് പറയുകയും ചെയ്തു. അതോടെ അവർ താൽക്കാലികമായി ഒരു വാടക വീടെടുത്ത് മാറി. പിന്നീട് കേസും കാര്യങ്ങൾക്കുമായി ബന്ധം ഏർപ്പെടുത്തിയോടെ അവൻ അവളുമായി പോയത് ബോംബെയിലേക്കായിരുന്നു. ഒരു 6 മാസത്തോളം അവൻ അവളുമായി അവിടെ കഴിഞ്ഞു. പിന്നീട് അവളെ കൊണ്ടുള്ള അവൻ്റെ ആവശ്യവും അവൾ കൊണ്ടുവന്ന സ്വർണവും പണവുമൊക്കെ തീർന്നതോടെ അവൻ്റെ സ്വഭാവം ആകെ മാറി. പുറത്തു പോയി വരുമ്പോൾ ഓരോരുത്തരെയും കൂടെ കൊടുന്ന് അവളെ അവർക്കൊക്കെ കാഴ്ചവെച്ചു. എതിർത്തതിനൊക്കെ അവളെ ദേഹോപദ്രവം ചെയ്തുകൊണ്ടവൻ ഒതുക്കി. പിന്നീട് അവൻ്റെ നാട്ടിൽ വേറെ വിവാഹാലോചന ശരിയായപ്പോൾ ബോംബെയിലെ പെൺവാണിഭ സംഘത്തിന് ഒരു വില പറഞ്ഞുറപ്പിച്ചുകൊണ്ട് അവനവളെ കൈമാറി. അവരുടെ കൈകളിൽപ്പെട്ടാൽ പിന്നെ മരണം കൊണ്ടല്ലാതെ അവിടുന്ന് രക്ഷപ്പെടാൻ ആവില്ലെന്ന് അവനെ അറിയാമായിരുന്നു. സർവ്വ സുഖസൗകര്യങ്ങളോടെയും പൊന്നുപോലെ നോക്കിയ ഭർത്താവിനെയും പ്രസവിച്ച് മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പ്രണയം നടിച്ചു വന്നവനെ മാത്രം വിശ്വസിച്ച് അവൻ്റെയൊപ്പം ഇറങ്ങിപ്പോന്നതിനുള്ള ശിക്ഷ ഓർത്തവൾ കണ്ണുനീരുടെയും കുറ്റബോധത്തോടെയും ദൈവത്തോട് രക്ഷപ്പെടാനായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നെങ്കിലും മരണം വരെ ഈ ശിക്ഷ അനുഭവിച്ചേ തീരൂ എന്നായിരുന്നു ദൈവത്തിൻ്റെ വിധി. മാപ്പർഹിക്കാത്ത തെറ്റാണ് അവൾ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു അതിൻ്റെ കാരണം. സമദിൻ്റെ കേസറിഞ്ഞ് കുടുംബ ഗ്രൂപ്പിലും പേഴ്സണലായും ഷാനിയുടെ ഫോണിലേക്ക് മെസ്സേജുകളുടെ പ്രവാഹം തന്നെയായിരുന്നു. ഷാനി രക്ഷപ്പെട്ടു. സമദുമായുള്ള ബന്ധം തീർത്തത് നന്നായി. അല്ലെങ്കിൽ ഫിദയുടെ അവസ്ഥയെ ഷാനിക്ക് വരുമായിരുന്നു. ഷാനി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു തുടങ്ങി പല മെസ്സേജുകളും ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഷാനിക്ക് അതൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നിയത്. ഈ പ്രശ്നം അറിയും വരെ പലരുടെയും ഉള്ളിൽ ഞാൻ അഹങ്കാരം കൊണ്ട് ആണ് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയതെന്ന ചിന്തയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലേ ഇവർക്കൊക്കെ സത്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നവൾ മനസ്സിലായി. വീണ്ടും മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നതും അവൾ അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. ആ കാര്യത്തിൽ നേരം കളയാനോ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞിരിക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ സാധാ പോലെ അവളുടെ തിരക്കുകളിലേക്ക് നീങ്ങി. സമദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസതിൻ്റെ വഴിക്ക് നടന്നു തുടങ്ങി. സെക്കീനയും മനീഫയും സാഹിറയും സാജിദയുമൊക്കെ കോടതിയിൽ കയറിയിറങ്ങാൻ തുടങ്ങി. സെക്കീനയും അനീഫയും ഇപ്പോൾ സാജിദക്കും സാഹിറക്കുമൊക്കെയാണ്. കേസൊക്കെ ഒതുങ്ങിയാലും ഇനി ആ വീട്ടിലേക്ക് സലാം അവരെ കയറ്റില്ലെന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം വീടവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അനീഫയും സെക്കീനും ഇപ്പോൾ സാജിദക്കും ഒപ്പമാണ്. ഒരു മാസം സാജിദയോടൊപ്പമാണെങ്കിൽ പിറ്റേ മാസം സാഹിറക്കൊപ്പം താമസം എന്ന നിലയിലാണ് തീരുമാനം.
രണ്ടുപേരെയും നോക്കേണ്ട കാര്യത്തിലുള്ള മക്കളുടെ താല്പര്യക്കുറവ് കൊണ്ട് തന്നെ മക്കൾ തന്നെ തീരുമാനിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും അവരുടെ ഇഷ്ടക്കേട് പല വിധത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാന കാരണം സമതിൻ്റെ കേസ് തന്നെയാണ്. അയൽക്കാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ അഹങ്കാരത്തോടെ ജീവിച്ച സാഹിറക്കും സാജിദക്കും ഉമ്മാനെയും ഉപ്പാനെയും കൂടെ നിർത്തും തോറും കൂടുതൽ അപമാനം നേരിടേണ്ടി വരുന്നുണ്ട്. ദിവസവും അത് പറഞ്ഞുകൊണ്ട് സക്കീനയെയും അനീഫയെയും മക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ? ഒരു കുഞ്ഞു ഭാഗം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഹനീഫയെ കണ്ടുകൊണ്ട് സക്കീന ചോദിച്ചു. ഞാൻ പോവുകയാണ് സക്കീന. ഇവിടെ നിന്ന് എൻ്റെ മക്കൾക്കൊരു ബാധ്യത ആവാൻ വയ്യ. നിന്നെക്കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും സഹായമെങ്കിലും ഉണ്ടാവും. എന്നെക്കൊണ്ട് അതും ഇല്ലല്ലോ. ഇവിടെ നിന്നുകൊണ്ട് മനസ്സമാധാനമില്ലാതെ മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇനിയുള്ള ജീവിതം വല്ല സിയാറത്തും നടത്തി ജീവിക്കുന്നതാ. എല്ലാ പള്ളികളിലും കയറി ഇറങ്ങണം. അതിലെവിടെയെങ്കിലും തല ചായ്ക്കാൻ ഒരിടം കിട്ടിയാൽ അവിടെ കൂടണം. നിങ്ങളത് എന്തൊക്കെയാണ് പറയണത്? എന്തിനാ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിൻ്റെ ആവശ്യം? എന്തൊക്കെയായാലും ഇവർ നമ്മളെ മക്കളല്ലേ. അങ്ങനെ പോണെങ്കിൽ ഞാനല്ലേ പോകേണ്ടത്? എല്ലാത്തിനും കാരണക്കാരി ഈ ഞാനല്ലേ? സക്കീന ഔഷധയോടെ പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. അവർക്കറിയാം മക്കളുടെ കുത്തുവാക്ക് കേട്ട് സഹിക്കാനാവാതെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന്. നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന അവരിലെ മാറ്റത്തെ നോക്കി കാണുകയായിരുന്നു അനീഫ. പഴയ പ്രസരിപ്പൊക്കെ പോയി ഇപ്പോൾ നന്നേ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറ്റാത്തതുണ്ടെങ്കിൽ അതിനെതിരെ പൊട്ടിത്തെറിക്കും പോലെ സംസാരിച്ചിരുന്ന ആളാണിപ്പോൾ എന്തു പറഞ്ഞാലും കണ്ണു നിറച്ച് നിൽക്കുന്നത്. നീ മാത്രമല്ല കുറ്റക്കാരി, ഞാനും കൂടിയാണ്. നീയും മക്കളും തെറ്റിലേക്ക് പോകുമ്പോൾ അതിനെ തിരുത്തി നേർവയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ഗൃഹനാഥനായില്ല ഞാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. നീ വേറെ വീടെടുത്ത് താമസിക്കാൻ എന്നെ നിർബന്ധിച്ചപ്പോൾ അതിനെ എതിർക്കാതെ ഒറ്റ മകനായ ഞാൻ എൻ്റെ ഉമ്മാനെ ഉപേക്ഷിച്ച് നിന്നെയും കൂട്ടി വീട് മാറിയില്ലേ? അന്ന് എൻ്റെ ഉമ്മ എത്ര മാത്രം വേദനിച്ചെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ കണ്ണീരും എൻ്റെ ഈ തലക്ക് മുകളിലുണ്ടാവും. അതപ്പോൾ ഇങ്ങനെയൊക്കെ. അതുകൊണ്ടാകും എനിക്ക് അതിനേക്കാളേറെ അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ ഉമ്മ ഞാനില്ലെങ്കിലും അവർ 3 പെൺമക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ എനിക്കതിനും കഴിയണില്ല. അതുകൊണ്ട് ഇത് ഞാൻ എനിക്ക് തന്നെ നൽകുന്നൊരു ശിക്ഷയാണ്. ഞാനൊരു ആണായതുകൊണ്ട് തന്നെ ഏതെങ്കിലും വയ്യോരത്തെങ്കിലും കിടക്കുക. നിനക്കത് പറ്റില്ല. ഞാൻ പോയാൽ നമ്മുടെ പെൺമക്കൾക്ക് അത്രയും ചിലവ് കുറഞ്ഞിട്ടും നിനക്ക് കേൾക്കുന്ന കുത്തുവാക്കുകൾക്കും കുറവ് കിട്ടും. പിശുക്കത്തികളായ മക്കൾ ഭക്ഷണം കഴിക്കുന്നതിനും കണക്ക് നോക്കിക്കൊണ്ട് സംസാരിച്ചത് പറ്റാത്തത് കൊണ്ടുകൂടിയാണ് അയാൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്. അത് ഉറച്ച തീരുമാനമാണെന്ന് മനസ്സിലാക്കിയ സക്കീന ഒന്നും പറയാനില്ലാതെ അയാൾ പോകുന്നത് നോക്കി കണ്ണീർ വാർത്തു. അപ്പോഴും അവരിൽ കുഞ്ഞു പ്രതീക്ഷയുണ്ടായിരുന്നു മക്കൾ തിരിച്ചു വിളിക്കുമെന്ന്. എന്നാൽ അതുണ്ടായില്ലെന്ന് കണ്ടതോടെ ഹൃദയം പൊട്ടിയവർ കരഞ്ഞുപോയി. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സക്കീന അവശയായി തുടങ്ങി. അനീഫ കൂടി പോയതോടെ സക്കീനയുടെ ജീവിതം കൂടുതൽ ഒറ്റപ്പെടലായി. മകൻ്റെ ജയിൽ ജീവിതത്തെ ഓർത്ത് ഓരോ ദിവസവും അവർ വേദനിച്ചുകൊണ്ടേയിരുന്നു. വീട്ടുജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചാലും മക്കൾ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കാണുമായിരുന്നുള്ളൂ. അവർ പുറത്തേക്ക് കറങ്ങാൻ പോകുമ്പോൾ ഉമ്മയെ ആളുകൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് മക്കൾ മാറ്റി നിർത്തുമ്പോൾ ഒരിക്കൽ തന്നെ ഒരു പാവപ്പെട്ട പെണ്ണിനെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചിരുന്നോ, ഒറ്റപ്പെടുത്തിയിരുന്നോ, അതേ വേദനയാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. എന്നാലും സ്വന്തം മക്കൾക്ക് ഒരു ഉമ്മയോട് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നവർ ചിന്തിക്കാതെ ഇരുന്നില്ല. പണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മക്കളെ വളർത്തുമ്പോൾ കുടുംബത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും വില അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ അവർ മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ഉപ്പയേക്കാളും ഉമ്മയേക്കാളും മുകളിൽ അവർ പണത്തിന് സ്ഥാനം കൊടുക്കുന്നതും. അവരുടെ മക്കളും അവരെ കണ്ട് വളരുന്നതിനാൽ തന്നെ നാളെ അവർക്കും വിധിച്ചിരിക്കുന്ന വിധി ഇതുതന്നെയാണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു. ഉമ്മ, എനിക്ക് ഉമ്മാനോടൊരു കാര്യമേ പറയുള്ളൂ. വേറൊരു വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ മോനെ വിശ്വസിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി വന്നതായിരിക്കും ഹംദ. അവൾക്കൊരിക്കലും ഇവിടെ ഒരു ഒറ്റപ്പെടലോ വേറെ വീടെന്ന ചിന്തയോ വരരുത്. ഞങ്ങൾ പെമ്മക്കൾ ഉമ്മാക്ക് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം അവളെയും കാണേണ്ടതും നോക്കേണ്ടതും. അവളാണ് ഇനി എന്നും ഇവിടെ നിങ്ങളോടൊപ്പം കഴിയേണ്ടത്. ആ ഓർമ്മ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തന്നെ ഒരു മോളെപ്പോലെ പറഞ്ഞു തിരുത്തുകയും വേണം. ഷാഫിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം നജീബിനൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായിരിക്കുന്ന ഷാനി ഉമ്മയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ആരും കാണാതെ അവരോട് പറഞ്ഞു, ഇതൊക്കെ മോളെ എന്നോട് പറയണോ? എൻ്റെ മോൻ്റെ പെണ്ണല്ലേ അവളെ? അതെ,
ആ ചിന്ത എപ്പോഴും ഉണ്ടാവണമെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഉമ്മ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല, അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഒരേപോലെയല്ല ഉമ്മ. ഇപ്പോൾ തന്നെ ആസിയും എന്നെ അവരെ മോളായി തന്നെ കാണുന്നുള്ളൂ. ഉമ്മയും അതുപോലെ ആവുമെന്ന് എനിക്കറിയാം. എന്നാലും അറിയാതെങ്കിലും അങ്ങനെ ഒരു വേർതിരിവ് വരരുതെന്ന് കരുതി പറഞ്ഞതാ. വന്നാലേ അത് സഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയൂ. ഉമ്മാനോടാവുമ്പോൾ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഷാനി വീണ്ടും പറഞ്ഞപ്പോൾ സെക്കീനാനെ ഉദ്ദേശിച്ചാണ് അവൾ തന്നോട് ഇതെല്ലാം പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. തൻ്റെ മോളുടെ വേദനകളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഒരിക്കലും അതുപോലെ ഒരു അമ്മായിമ്മയാവില്ലെന്ന് താനെന്ന് ഹാജറ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഷാഫിയുടെ ഭാര്യ ഹംദ ഒരു പ്രൈവറ്റ് സ്കൂളിലെ IT ടീച്ചറാണ്. ഹംദയുടെ പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് രണ്ട് വീട്ടുകാരുടെയും താല്പര്യം കൊണ്ടാണ് ആദ്യം നിക്കാഹ് നടത്തിയത്. ഷെയ്മയ്ക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടെങ്കിലും പഠിത്തം കഴിഞ്ഞ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയിട്ട് കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ ജെസ്സിയുടെ വിവാഹം കഴിഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മൻസൂറാണ് ജെസ്സിയുടെ ചെക്കൻ. ഇത് നോക്കിക്ക, ജെസ്സിയുടെ വെഡ്ഡിങ് ഫോട്ടോസ്. ഈ കോസ്റ്റ്യൂമിൽ എല്ലാവരും നന്നായിട്ടില്ലേ? രാത്രിയിൽ കിടക്കാൻ നേരം ഷാനി നജീബിന് ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ, ഈയല്ല അതിൻ്റെയൊക്കെ ആള്, പിന്നെ എങ്ങനെ സെറ്റ് ആവാതിരിക്കോ? അവൻ അവളുടെ താടിയിൽ പിടിച്ചെന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടല്ല, ഇതിൽ ഉമ്മമാരും പെമ്മക്കളും ഒരേ ഡ്രസ്സും ഉപ്പമാരും ആമക്കളും ഒരേ ഡ്രസ്സും അങ്ങനെ വന്നപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാണ്. ദേ എവിടെ നോക്ക്, നമുക്കൊരു മോനുണ്ടായിട്ട് എനിക്കും അവനും കൂടി ഒരേ മോഡൽ ഡ്രസ്സ് ഇട്ട് ഇതുപോലെ ഒരു ഫോട്ടോ എടുക്കണം. വിവാഹ ഫോട്ടോസിൽ ഓരോന്നായി നോക്കുന്നതിനിടയിൽ ജെസ്സിയുടെ താത്ത ജാസ്മിൻ്റെ ഭർത്താവും മോളും മോനും കൂടിയുള്ള ഫോട്ടോ കണ്ടപ്പോൾ നജീബ് പറഞ്ഞു. എന്നാൽ ഇത് കേട്ടപ്പോൾ ഷാനിയുടെ മുഖം പെട്ടെന്ന് മങ്ങി. ഇങ്ങക്കൊരു മോനെ തരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടില്ലേ? ഫോണിലേക്ക് നോക്കിയിരുന്ന നജീബിന് അവളുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞതെന്താണെന്ന് ഓർമ്മ വന്നത്. അവളുടെ ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവനാകെ വല്ലാതായി. നോക്കും മോളെ, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണുന്നുണ്ട്. ഈ ഇക്കാര്യത്തിലെ മാത്രം നെഗറ്റീവ് ചിന്തിക്കുന്നത് എന്തിനാ? നിനക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഒരു ഡോക്ടർക്കും തീരുമാനിക്കാൻ പറ്റൂല. അതൊക്കെ പഠിച്ചവൻ്റെ തീരുമാനങ്ങളല്ലേ. നമുക്ക് ഒരു കുഞ്ഞിനെ കൂടി തരാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് തന്നിരിക്കും. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോക്ക്, നമുക്ക് നമ്മുടെ മോളില്ലേ, അത് മതി. ഈ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് ടെൻഷൻ ആവില്ല മോളെ. ഇനിയിപ്പോൾ നിനക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കണമെങ്കിൽ നമുക്ക് കാണിക്കാം. അവനങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ നോട്ടം പോയത് ബെഡിലായി കിടന്നിറക്കുന്ന 4 വയസ്സുകാരി നൂറ മോളിലേക്കാണ്. വേണ്ടക്ക, ഇക്ക പറഞ്ഞതുപോലെ സമയമാകുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടിക്കോളും. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു കുട്ടിയെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. നമ്മുടെ നൂറമോളിപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്കും അതുപോലെ ഒരു ഉണ്ണി വേണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇക്ക കൂടി പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്നുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാലേ, ഇക്ക ദേഷ്യപ്പെടരുത് കേട്ടോ. അവസാനം അവളെങ്ങനെ ചോദിച്ചപ്പോൾ നജീബ് സംശയത്തോടെ അവളെ നോക്കി. ഇനിയൊരു കുഞ്ഞുണ്ടായാൽ എനിക്ക് നൂറമോടുള്ള സ്നേഹം കുറയുമെന്നോ 2 തരത്തിൽ കാണുമെന്നൊക്കെ ഇക്ക ചിന്തിക്കുന്നുണ്ടോ? ഷാനി അത് ചോദിച്ചപ്പോൾ നജീബ് ചിരിക്കുകയാണ് ചെയ്തത്. അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം അവൾ തീരെ പ്രതീക്ഷിച്ചില്ല. എൻ്റെ പൊന്നു ഷാനെ, ഇതൊക്കെ നീ ആളുകൾ ഓരോന്ന് പറയുന്നത് കേട്ട് എനിക്കും അതുപോലെ തോന്നുന്നുണ്ടോ എന്നറിയാൻ ചോദിക്കുന്നതല്ലേ? എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, ഇനി തോന്നുമില്ല. കാരണം പ്രസവിക്കാതെ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിയുമെന്ന് നീ തെളിയിച്ചതാണ്. നിനക്കവൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇനി എത്ര കുഞ്ഞുങ്ങൾ നമുക്കുണ്ടായാലും നിനക്കും എനിക്കും നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് നൂറുമോൾ തന്നെയാണ്. പറയുന്നവർ പറയട്ടെ ഷാനി, നീ കിടക്കാൻ നോക്ക്. നജീബ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. വിവാഹങ്ങൾക്കും മറ്റുമൊക്കെ കൂടുതൽ കുടുംബത്തിൽ തന്നെ പലരും ചോദിക്കുന്നതാണ്, നൂറമോളുള്ള സ്നേഹം പോകുമെന്ന് കരുതിയിട്ടാണോ വേറൊരു കുഞ്ഞിനെ നോക്കാത്തതെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നജീബിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് അറിയാനാണ് അവൾ അത് ചോദിച്ചത്. എന്നാൽ അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. അതെ, സന്തോഷത്തോടെ അവനോടുള്ള സ്നേഹത്തിന് അളവില്ലാത്തതുപോലെ അവൻ്റെ നെഞ്ചിൽ ചലച്ചായ്ച്ചുകൊണ്ട് കിടക്കുമ്പോൾ 2 പേരുടെയും ചുടികളിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. നജീബ് ഒരു കയ്യാൽ ഷാനിയെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ മറു കയ്യാൽ നൂറമോളെയും അവൻ്റെ നെഞ്ചിലേക്കായി അവൻ ചേർത്ത് കിടത്തിയിരുന്നു. ഷാനിയുടെ കൈകൾ അവനെയും കുഞ്ഞിനെയും ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചു. ഒരിക്കലും വേർപിരിയില്ലെന്ന പോൽ. വർഷങ്ങൾക്കിപ്പുറം
എക്സ്ക്യൂസ് മീ സാർ, സാറിനൊരു കോളുണ്ട്, അർജൻറ്റാണെന്നാണ് പറഞ്ഞത്. ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുന്നതിനിടയിലാണ് നജീബിനോട് ഒരു സ്റ്റാഫ് വന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. അവൻ അതും പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. ശേഷം മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി റിസപ്ഷനിലേക്ക് നടക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കി. ആരെ വിളിച്ചതെന്ന് അറിയാനായിരുന്നു. വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ എന്തായാലും ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാവും റിസപ്ഷനിലേക്ക് വിളിച്ചിട്ടുണ്ടാകുക എന്നവൻ ഓർത്തു. ഫോണിൽ ആസിയമ്മയുടെയും പിന്നെ ടെക്സ്റ്റൈൽസിലെ മാനേജർ സുമേഷിൻ്റെയും നമ്പർ കണ്ടതും ഒരു സംശയത്തോടെ അവൻ നടത്തും സ്പീഡാക്കിക്കൊണ്ട് റിസപ്ഷനിലെത്തി. ഹലോ, അല്ല മോനെ, ഇത് ഉമ്മയാടാ. എന്താ ഉമ്മ, എന്തു പറ്റി? ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് തോന്നിയതും അതിൻ്റെ പരിഭ്രമത്തോടെ തന്നെ അവൻ ചോദിച്ചു. മോനെ, നമ്മുടെ ഷാന് ടെസ്റ്റേഴ്സിൽ വെച്ച് തല കടങ്ങി വീണത്രേ. മാനേജറും വേറെ സ്റ്റാഫും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാ. നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാ ഞാനൊരു ഓട്ടോ വിളിച്ചത്. മോൻ വേഗം മദർ ഹോസ്പിറ്റലിലേക്ക് വായോ. ഉമ്മ, ഞാനൊരു അർജൻറ്റ് മീറ്റിങ്ങിലായിരുന്നു. ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് അവൾ അറിഞ്ഞില്ല. ഞാനിപ്പോൾ എത്താം. ജുനൈസേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം. എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഉമ്മാനോട് മറുപടിയും പറഞ്ഞ് കോൾ കട്ടാക്കിക്കൊണ്ട് അവൻ തൻ്റെ സെക്രട്ടറിയോട് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ വെപ്രാളത്തോടെ പുറത്തേക്ക് പാഞ്ഞു. വണ്ടി ഓടിക്കുമ്പോഴേക്ക് അവൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൾക്ക് BP പ്രോബ്ലം വരാറുള്ളത് കൊണ്ട് തന്നെ നേരത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് അവൻ എപ്പോഴും പറയാനുള്ളതാണ്. ഇന്ന് കുറച്ച് ഓർഡർ കൂടുതലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തിരക്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. കാർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു. ഓഫീസിൽ നിന്നും അധികം ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. കാർ പാർക്ക് ചെയ്ത് അവൻ വേഗത്തിൽ കാഷ്വാലിറ്റി ലക്ഷ്യം വെച്ച് നീങ്ങി. അവിടെ ചെല്ലുമ്പോൾ തന്നെ പുറത്ത് നിൽക്കുന്ന ഉമ്മയെയും സുമേഷിനെയും ഷോപ്പിലെ മെയിൻ സ്റ്റാഫായ അജിനെയും അവൻ കണ്ടു. എന്താ ഉമ്മ, ഷാനി എവിടെ? അവൾക്ക് എന്താ പറ്റി? അകത്തുണ്ട് മോനെ, പേടിക്കാനുള്ളതൊന്നല്ല. BP കുറഞ്ഞതാവാനാണ് സാധ്യത എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും ഡോക്ടർ നോക്കിയിട്ട് വിളിക്കാം, പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താ സംഭവിച്ചേ? ആസിയ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സമത് സുമേഷിനോട് കാര്യം തിരിക്കി. ഇന്ന് കൊറിയർ അയക്കേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാഡത്തിന് തല ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അത് കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് മാഡം കൊഴിഞ്ഞു വീഴാൻ പോവായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പിടിച്ചു. പിന്നെ സ്റ്റാഫുകളൊക്കെ കൂടി ഹെൽപ്പ് ചെയ്ത് മാഡത്തിനെ കാറിൽ കയറ്റി ഞാനും അജിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ സാറിനെ വിളിച്ചതാ, അപ്പോൾ തന്നെ വിളിച്ചതാ, പിന്നെ കിട്ടിയില്ല. പിന്നെ ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞു. ഷാനിബയുടെ കൂടെയുള്ളവർ ആരാ? സുമേഷ് നജീബിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞതും ഒരു നേഴ്സ് അങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ നജീബ് അവർക്കടുത്തേക്ക് ചെന്നു. ഡോക്ടർ വിളിക്കുന്നുണ്ട്. അവരത് പറഞ്ഞപ്പോൾ നജീബും ഉമ്മയും അവർക്ക് പിറകെ അകത്തേക്ക് നടന്നു ചെന്നതും ബെഡിലായി ഒരു നനുത്ത ചിരിയോടെ കിടക്കുന്നവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്കാണ് നജീബിൻ്റെ നോട്ടം ആദ്യം ചെന്നത്. ഷാനിബയുടെ ഹസ്ബൻഡാണ്. നജീബിനെ കണ്ട് സംശയത്തോടെ ഡോക്ടർ ചോദിച്ചതും അവൻ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല കേട്ടോ, പുതിയ ആളുടെ വരവറിയിച്ചതാണ്. ഷീസ് പ്രഗ്നൻറ്റ്. ഡോക്ടർ അത് പറഞ്ഞു. നജീബ് കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ നോക്കിയത് ഷാനിയെയാണ്. അവൾ അതിന്ന് കാണിച്ചതും സന്തോഷത്താൽ അവൻ്റെ കണ്ണുകൾ വിടർന്നിരുന്നു. ഉമ്മ നിറകണ്ണുകളോട് ഷാനിക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഒന്ന് സ്കാനിങ് ചെയ്ത് നോക്കണം, റിപ്പോർട്ട് കൂടി നോക്കിയിട്ട് ബാക്കി വിവരങ്ങൾ പറയാം. ഡോക്ടർ അത് പറഞ്ഞു പോയപ്പോൾ നജീബ് ഷാനിക്കരികിലേക്ക് ഇരുന്നു. അന്നേരം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തിനാ കരയണത്? സന്തോഷിക്കല്ലേ വേണ്ടത്? എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വിവാഹം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പഠിച്ചവന് ഇപ്പോഴാവും ഷാനി തോന്നിയിട്ടുണ്ടാവുക. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടർന്നുണ്ടായിരുന്നു. നമ്മുടെ മോള് തറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കുമല്ലേ ഇക്ക? പിന്നെ സന്തോഷിക്കാതെ നമ്മളെക്കാൾ ഒരു അനിയനെയോ അനിയത്തിയോ കിട്ടാൻ അവൾക്കല്ലായിരുന്നു ആഗ്രഹം? പെണ്ണിതറിഞ്ഞാൽ തുള്ളിച്ചാടും. നജീബ് ഷാനിയോട് പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ ഉമ്മയും പറഞ്ഞപ്പോൾ ആ രംഗം മനസ്സിൽ കണ്ടപ്പോൾ നജീബിൻ്റെയും ഷാനിയുടെയും ചുണ്ടിലും ചിരി വിരിഞ്ഞു. ഞാൻ സുമാഷിനെയും അജിനെയും കൂട്ടി കാറിൽ തന്നെ പോയിക്കോളാൻ പറയട്ടെ, വെറുതെ അവരെ നിന്ന് മുഷിപ്പിക്കേണ്ടല്ലോ. നജീബ് അവർ രണ്ടോടുമായി പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി.
കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേഴ്സ് വന്ന് ഷാനിയെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ടുമായും ഡോക്ടർക്ക് മുന്നിലിരിക്കുമ്പോൾ 3 പേർക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു. മുന്നേ ഉണ്ടായ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഷാനിബ പറഞ്ഞിരുന്നു. എന്നാൽ ദൈവം സഹായിച്ച് ഇപ്പോൾ ഷാനിബാക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. എങ്കിലും നന്നായി സൂക്ഷിക്കണം കേട്ടോ. നന്നായി റെസ്റ്റ് എടുക്കണം. കറക്റ്റായി ചെക്കപ്പിന് വരണം. അതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലും വരണം. ഇപ്പോൾ ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ? ഡോക്ടർ അത്രയും പറഞ്ഞപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. ഡോക്ടറോട് നന്ദിയും പറഞ്ഞുകൊണ്ട് ഷാനിയെയും ചേർത്ത് പിടിച്ച് നജീബ് മുന്നേ നടന്നപ്പോൾ തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം ഓരോന്നായും റബ്ബ് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്ന തിരിച്ചറിവിൽ മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടെ ഉമ്മ അവരെ നോക്കിക്കൊണ്ട് പിറകെ നടന്നു. അവരുടെ കാർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കടന്നതും അങ്ങോട്ടൊരു ആംബുലൻസ് വന്നതും ഒരുമിച്ചായിരുന്നു. ആംബുലൻസിൽ നിന്നും ആദ്യം ഇറങ്ങിയ സാഹിറയും സാജിദയും ഇറങ്ങിയ ശേഷം 2 അറ്റൻഡേഴ്സ് ചേർന്ന് സ്ട്രക്ചറിൽ കിടത്തിയ സക്കീനയും ഇറക്കി. ജീവിതത്തിൽ അത്രയും സന്തോഷിക്കുന്ന ഒരു വേളയിൽ അതിനെ നശിപ്പിക്കുന്ന ഓർമ്മകൾ വരേണ്ടതെന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ടാവും മിനിറ്റുകൾ വ്യത്യാസത്തിൽ ഷാനി അവരെ കാണാതെ പോയത്. മാസങ്ങൾക്ക് മുന്നേ സമദിൻ്റെ വിധി വന്നു. മകന് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചതെറിഞ്ഞ സക്കീന ആ വാർത്ത കേട്ട് സഹിക്കാനാവാതെ സ്ട്രോക്ക് വന്ന് അന്നു മുതൽ കിടപ്പിലായി. ശരീരം തളർന്നവരുടെ കിടപ്പ് മക്കളെ 2 പേരെയും കഷ്ടത്തിലാക്കിയിരുന്നു. നിവൃത്തികേടോടെ സഹിക്കുകയായിരുന്നു. ഒന്ന് മരിച്ചു കിട്ടിയാലെന്നെങ്കിലെന്ന് അവർ അത്രയും ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം ഇപ്പോൾ നിറവേറി. ഡോക്ടർ മരണം സ്ഥിരീകരിച്ചതും പ്രത്യേക ഭാവങ്ങളൊന്നുമില്ലാതെ അതിനെ അംഗീകരിച്ചുകൊണ്ട് സക്കീനയുടെ ജീവനറ്റ ശരീരവുമായി അവർ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു. വീട്ടിലെത്തിയ ഉടനെ ഷാനി ഹാജറയെയും ഷെയ്മനെയും വിളിച്ചു പറഞ്ഞു. അവർക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. 2 വർഷം മുൻപ് ഷെയ്മയുടെ വിവാഹം കഴിഞ്ഞു. CA-കാരനായ ജംഷീറാണ് ഷെയ്മയുടെ വരൻ. സ്കൂൾ വിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നൂറമ്മോൾ പതിവില്ലാതെ നജീബിനെ അവിടെ കണ്ട സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. സാധാരണ അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് വല്യമ്മ മാത്രമേ ഉണ്ടാകാറുള്ളൂ. നജീബും ഷാനിയും വരാൻ വൈകാറുണ്ട്. നൂറമ്മോൾക്ക് ഇപ്പോൾ 9 വയസ്സാണ്. ഉപ്പച്ചി ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നോ? ഞാൻ മാത്രമല്ല, ഉമ്മച്ചിയുണ്ട് കേട്ടോ. അവനത് പറഞ്ഞപ്പോൾ തന്നെ അവൾ അകത്തേക്ക് ഓടിയിരുന്നു. എന്താ ഉമ്മി എന്താ കിടക്കണ വെയ്യേ? റൂമിൽ ബെഡിൽ കിടക്കുകയായിരുന്ന ഷാനിക്കരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് നൂറമ്മോൾ ചോദിച്ചു. ഷാനി ഒന്നും പറയാതെ എണീറ്റിരുന്നുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകൾ ചുംബിച്ചു. അന്നേരം അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ മോൾ ഉമ്മിനോട് എപ്പോഴും ബേബിയെ പറ്റി ചോദിക്കാറില്ലേ? ഇപ്പോൾ ഇതാ ഉമ്മിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു ബേബിയുണ്ട്. നിറഞ്ഞ കണ്ണുകളോടെ ഷാനി നൂറമ്മോളുടെ കൈകൾ ഉദരത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖത്ത് നിമിഷ നേരം സന്തോഷം നിറഞ്ഞിരുന്നു. സത്യമാണോ ഉമ്മി? നമുക്ക് ബേബിയെ കിട്ടുമോ? വിടർന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും ഷാനി അതേയെന്ന് കാണിച്ചു. അത് കണ്ടതും നൂറമ്മോൾ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിൽ ചുംബിച്ചു. ഉപ്പച്ചി, ഉമ്മമ്മ, എൻ്റെ ഉമ്മയുടെ വയറ്റിൽ ബേബി ഉണ്ടെന്ന്. എനിക്കിനി ബേബിയായി കളിക്കാലോ. വാതിൽക്കൽ നിന്നുകൊണ്ട് ഷാനിയെയും നൂറമ്മോളെയും നോക്കുകയായിരുന്ന നജീബിനെയും ആസിയനെയും കണ്ടതും നൂറമ്മോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു. അവരുടെ ആ സന്തോഷം അവരുടെ ഉള്ളം നിറച്ചിരുന്നു. ദിവസങ്ങൾ പോകും തോറും ഷാനിക്ക് ഛർദിയും ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. അവൾ ഷോപ്പിൽ പോകുന്നതൊക്കെ വളരെ കുറവായി. ഇപ്പോൾ അവർക്ക് 2 ടെക്സ്റ്റൈൽസ് ഉണ്ട്. എല്ലാം വിശ്വസ്തരായ സ്റ്റാഫുകളായതുകൊണ്ട് തന്നെ അവർ വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ നജീബിൻ്റെ മേൽനോട്ടം കൂടി ഉണ്ടായിരുന്നു. ഷാനിയുടെ ആദ്യത്തെ പ്രഗ്നൻസി ആയിരുന്നെങ്കിലും അതിൻ്റേതായ ഒരുവിധ ചടങ്ങുകളും നടത്താൻ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിയിരുന്നു. പിന്നെ പ്രസവം ഇവിടെ തന്നെ മതി, വീട്ടിലേക്ക് പോകുന്നില്ലെന്നും അവൾ തീരുമാനിച്ചു. നജീബിനെയും നൂറമ്മോളെയും വിട്ടു നിൽക്കാൻ അവൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ കാരണം. ഉമ്മ ആസിയ അത്രയും കരുതലോടെ ഷാനിയെ നോക്കിയിരുന്നു. അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഷാനി ഒരു ആൺകുഞ്ഞിന് ജന്മ നൽകി. ഒരു കുഞ്ഞനേനെ കിട്ടിയതിൻ്റെ സന്തോഷം എല്ലാവരേക്കാളും മുന്നിൽ നിന്നത് നൂറമ്മോൾ തന്നെയായിരുന്നു. വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഷാനിയുടെ ബിസിനസ് ഒരുപാട് വളർന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ പല ജില്ലകളുമായി അവൾക്ക് ടെക്സ്റ്റൈൽസുകളും
അതിനോട് ചേർന്ന ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുമുണ്ട്. മൊത്തം ജോലിക്കാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. സ്വന്തമായി ഒരു വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിൽ കിടന്ന് ദുരിതമനുഭവിക്കുന്ന പല സ്ത്രീകൾക്കും ഒരു വരുമാനമാക്കി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോൾ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ജോലിക്കാർക്കൊക്കെയും എന്ത് സഹായത്തിനും കൂടെ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ജോലി അവർ നല്ല ആത്മാർത്ഥതയോടെ ചെയ്യുന്നുമുണ്ട്. അത് ഷാനിയുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട്. നജീബ അവൻ്റെ ബിസിനസ്സുമായി തിരക്കിലാണ്. കടൽക്കാറ്റും കൊണ്ട് കരയിലെ മണൽത്തരിയിൽ നജീബിൻ്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഷാനി. അവരുടെ രണ്ടുപേരുടെയും നോട്ടം കടൽ വെള്ളത്തിൽ കളിച്ചിരിക്കുന്ന 5 വയസ്സുകാരൻ നിഹാലിൻ്റെയും 14 വയസ്സുകാരൻ നൂറമോളുടെയാണ്. ആസിയ പെങ്ങൾ നജീബയുടെ അടുത്തേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വിവാഹം കഴിഞ്ഞ പിറ്റേന്ന് നമ്മളെല്ലാവരും കൂടി ഇവിടെ വന്നത് ഇക്ക ഓർക്കുന്നുണ്ടോ? അവൻ്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ആ ഓർമ്മയിൽ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ അവൻ മൂളി. അന്നത്തെ നജീബിൽ നിന്നും ഷാനിൽ നിന്നും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു അല്ലേ? അതെ, അന്ന് 2 മനസ്സാലെ അകലെ നിന്നവർ ഇന്നൊരു മനസ്സും ശരീരവുമായി ചേർന്നിരിക്കുന്നു, ഒരിക്കലും അകലാത്ത വിധം. ഇൻഷാ അല്ലാഹ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ കഥയുമായി കാണാം. എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യണേ. അസ്സലാമു അലൈക്കും.